എന്തെല്ലാം കണ്ടാലും കേട്ടാലുമാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഈ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. 2 ആഴ്ച മുൻപ് ഒരു അപ്പോസ്തലൻ പറഞ്ഞത് നമ്മൾ ലൈവായി കേട്ടതാണ്. കയ്യിലിരിക്കുന്ന പേഴ്സിലെ മുഴുവൻ നോട്ടും പിടിച്ചു പറിക്കുന്നത്. അതിൻ്റെ ചൂടൊന്നും മാറിയില്ല. അടുത്ത അപ്പോസ്തലൻ്റെ ഒരു വേല കണ്ടു നോക്ക്. കരുനാപ്പള്ളി നടന്ന ഒരു സാക്ഷ്യമാണ്. ഒരു സഹോദരി, ഞങ്ങളോട് മീറ്റിംഗ് നടക്കുമ്പോൾ ആ സഹോദരി ഒരു ദർശനം കണ്ടു. ഞാനിവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ ഒരു ദൂതൻ, ആ ദൂതൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണമാല ഇരിപ്പുണ്ട്. ഇതാ താൻ ദർശനം കണ്ടത്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, സ്വർണ്ണമാല കണ്ടെങ്കിൽ സാമ്പത്തികമായ എന്തോ വലിയ നന്മ വരാം. താൻ പറഞ്ഞത് ഇങ്ങനെയാ, താൻ വിശ്വാസത്തിൽ വന്നപ്പോൾ തൻ്റെ അമ്മ അതിനോട് അനുകൂലമല്ലായിരുന്നു. യേശുവിനെ അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തനിക്ക് ഒരു നന്മയും കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ ദർശനം കണ്ട അന്ന് രാത്രി ഈ അമ്മയുടെ അടുക്കൽ അതേ ദൂതൻ ചെന്ന് നിന്റെ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞു. കൊച്ചിന് ഇതേ മാല അമ്മ എടുത്ത് കാണിച്ചു. ആ സ്വപ്നം കണ്ടു. അമ്മ അന്നേരം എഴുന്നേറ്റ് ഒരു 3.5 പവന്റെ മാല, അതിന്റെ ലോക്കറ്റോട് കൂടി അതെടുത്ത് അടുത്ത ദിവസം അമ്മളെ ഏൽപ്പിച്ചു. ദർശനത്തിൽ കണ്ട അതേ മാല തന്നെ. അപ്പം ഇതിപ്പോ ഓർപ്പിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ, കർത്താവിനോട് പറയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട ചില നന്മകൾ നിങ്ങൾ കർത്താവിനെ പ്രതി അത് ചോദിച്ചില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിനെ പ്രതി അത് വിട്ടുകളഞ്ഞെങ്കിൽ അതിന്റെ മടങ്ങുകളായി കർത്താവ് ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായ അനേക നന്മകൾ, അതുപോലെ വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ചില നന്മകൾ. ദൂതൻ മാല കൊണ്ട് നടക്കുന്നു, അത് ഭൂതം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അല്ല പിന്നെ ഇവർക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ? എത്ര കണ്ടാലും കേട്ടാലും ഒരു മാനസാന്തരവും ഉണ്ടാകില്ലേ? പണം മാത്രമാണോ ഇവരുടെ ലക്ഷ്യം? അതിനാണെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. പണിയെടുത്ത് ജീവിക്കാൻ മേലെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും, അതും സുവിശേഷത്തിൻ്റെ മറവിൽ നടത്തണം. വിദേശത്തൊക്കെ ഒരുപാട് സുവിശേഷകരും പാസ്റ്റർമാരുമുണ്ട്. അവരൊക്കെ പണിയെടുത്താണ് ജീവിക്കുന്നത്. ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കുടുംബം പോറ്റും. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം സുവിശേഷ വേല ചെയ്യും. സഭയിൽ ശുശ്രൂഷിക്കുന്നവരിൽ ഒട്ടുമുക്കാൽ പാസ്റ്റർമാരും വേറെ ജോലി ചെയ്യുന്നവരാണ്. അവരിൽ പലരും ഇന്ത്യയിലെ, അതായത് നോർത്ത് ഇന്ത്യയിലെ പല ദേശത്തും സുവിശേഷ പ്രവർത്തനം നടത്തുന്നവരെ പിന്തുണയ്ക്കുന്നവരാണ്. അവരുടെ ദശാംശം കൃത്യമായി ആ സുവിശേഷ വേലക്കാർക്ക് നൽകുന്നവരാണ്. അല്ലാതെ പണമുണ്ടാക്കാനും കുടുംബം പോറ്റാനും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തി വിശ്വാസികളെ കബളിപ്പിച്ച് നടക്കുന്നവരല്ല. ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കഴിഞ്ഞ കുറേ കാലമായി എത്ര പേരുടെ കാര്യം ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് അനീതിയാണ്. വിശ്വാസികളോട് ചെയ്യുന്ന വിശ്വാസ വഞ്ചനയാണ്. പണ്ടുള്ള ഉപദേശിമാരെ കണ്ടുപഠിക്കുക. അവരും സുവിശേഷ വേല ചെയ്തവരും ഇപ്പോഴും ചെയ്യുന്നവരുമാണ്. അവർ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഭവം നിങ്ങൾ ഈ കാണിക്കുന്ന ചവിട്ട് നാടകത്തിന് കിട്ടില്ല, ഉറപ്പാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെയാണോ ആരാധിക്കുന്നത്, അതോ സാത്താനെയാണോ? ദൈവത്തിന് കാശ് വേണ്ട. ഇനി അടുത്ത ഒരൈറ്റം കാണിക്കാം. മീയമൊഴുക്കി യുവാക്കളെ ഉദ്ധരിക്കാൻ പോകുന്ന വീരന 4 തജകമടിച്ച് വരവേൽപ്പ് സെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ കളറാകും? ഇനിയിപ്പോൾ ഉണർവ് നല്ലപോലെ വ്യാപരിക്കും. ഇവനെ അറിയാമല്ലോ, പോക്സോ കേസിൽ പ്രതിയായി ഒളിവിലും അകത്തുമൊക്കെ ആയിരുന്നു. തൊട്ടടുത്ത തെങ്കാശിയിലും ചെങ്കോട്ടയിലും ഒക്കെ ആളുകളെ പറ്റിക്കുന്ന ഇവൻ പുനലൂരിലൊക്കെ ചില ദൈവദാസന്മാർ നടത്തുന്ന സഭകളിലൊക്കെ വന്ന് ചില ഡയലോഗുകളൊക്കെ കാച്ചിട്ടുണ്ട്. ഇവൻ ഒളിവിൽ പോയപ്പോൾ പോലീസ് തിരക്കി ഈ സഭകളിലൊക്കെ വന്നിരുന്നു. ഇവനും കാശുണ്ടാക്കാൻ പഠിച്ച പണി 18 പയറ്റും. ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെയൊക്കെ മുന്നിൽ പോയിരുന്ന് കൈയടിച്ച് സ്തോത്രം പറയുന്നവരെ വേണം തല്ലാൻ.